ലെബനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസ് നേതാവ് കൊല്ലപ്പെട്ടുവെന്ന് വാർത്ത വരുന്നുണ്ട്. ഗസയിലെ ഇസ്രയേൽ ആക്രമണത്തിൽ ഇന്നലെ കൂടി 90-ലേറെ പേർ കൊല്ലപ്പെട്ടുവെന്നും വാർത്ത വരുന്നു. റമദാൻ മാസത്തിലാണ് ഈ ആക്രമണം നടക്കുന്നത്. ഈ റമദാൻ മാസത്തിൽ ഈ ആക്രമണത്തെ ചൊല്ലി ലോകരാഷ്ട്രങ്ങളിൽ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ടെന്നും പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പി ജെയിംസ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ജെയിംസ്, ഗുഡ് മോർണിംഗ്. ജെയിംസ്, ഇസ്രായേൽ ഹമാസ് യുദ്ധം വീണ്ടും ശക്തമാവുകയാണ്. പ്രത്യേകിച്ച് ലെബനനിൽ യാത്ര ചെയ്യുന്ന കാറിനു നേരെ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഹമാസിൻ്റെ ഉപനേതാവ് കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നു. ഒപ്പം തന്നെ ഇസ്രായേൽ ഗസയിലും അടുത്തുള്ള പ്രദേശങ്ങളിലും നടത്തിയ ആക്രമണത്തിൽ 90ഓളം പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയും വരുന്നു. റമദാൻ മാസമാണ്. ഇതിൽ വെടിനിർത്താനുള്ള ശ്രമങ്ങൾ എല്ലാ രാജ്യങ്ങളും, പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ കൂടി ചേർന്ന് നടത്തിയതാണ്. ഈജിപ്റ്റ്, അതുപോലെ തന്നെ ജോർദൻ, ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ പിന്തുണയോടെ കൂടെ നടത്തിയതാണ്. പക്ഷേ ഇസ്രായേലും തള്ളിക്കളഞ്ഞു, ഹമാസും തള്ളിക്കളഞ്ഞു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ റമദാൻ മാസത്തിൽ നോമ്പ് തോൽക്കുന്ന ജനങ്ങൾക്ക് മേലെയാണ് ഈ ബോംബുകളും ഡ്രോണുകളും വന്ന് വീഴുന്നത്. വല്ലാത്ത രീതിയിലുള്ള പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ ഈ ഹമാസിൻ്റെ നേതാക്കൾ പലരായി കൊല്ലപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഹമാസ് കുറച്ചുകൂടി പിടിവാശിയിലേക്ക് പോയിട്ടുണ്ട്. ഇനിയൊരു ബന്ദികളെ വിട്ടുകൊടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകണ്ട എന്ന തലത്തിലാണ് എത്തിയിരിക്കുന്നത്. അതിനിടയിൽ ഈ ബന്ദികളായിട്ട് നേരത്തെ രക്ഷപ്പെട്ടിരുന്ന 2 പേർ ലണ്ടനിൽ എത്തി അവരുടെ പ്രതികരണങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. വളരെ ക്രൂരമാണ്, ബന്ദികളായിട്ട് കഴിയുന്നു, വല്ലാതെ ഉപദ്രവിക്കുന്നു, അതുപോലെ തന്നെ ചികിത്സ കൊടുക്കുന്നില്ല, അങ്ങനെ വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടത്. ഇപ്പോൾ 5 മാസമായി വെള്ളവും വെളിച്ചവും ഭക്ഷണവും ഇല്ലാതെ കഴിയുന്ന ഈ ബന്ദികളായിട്ടുള്ള ആൾക്കാരുടെ കാര്യം കൂടി നിങ്ങൾ ഓർക്കുക. അത്ര അവസ്ഥയാണ്. അപ്പോൾ ഹമാസ് അത് വിട്ടുകൊടുക്കുന്നില്ല. ഇപ്പുറത്ത് ഇസ്രായേലാണെങ്കിൽ 100 ബന്ദികളുടെ പേരിൽ ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്നൊടുക്കുകയും ചെയ്യുന്നു. അത് വല്ലാത്ത തരത്തിലുള്ളൊരു യുദ്ധമായിട്ടത് മാറുകയാണ്. ഇതിനെതിരെ വലിയ പ്രതിഷേധമുണ്ട്. അറബ് രാജ്യങ്ങൾ മുഴുവൻ, 60-ലേറെ അറബ് രാജ്യങ്ങൾ ശക്തമായ പ്രതിഷേധത്തിലാണ്. യൂറോപ്യൻ യൂണിയൻ പ്രതിഷേധിച്ചിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ്റെ വിദേശ മന്ത്രാലയം പറഞ്ഞിട്ടുണ്ട്, പട്ടിണി ഈ ആയുധമാക്കിയിട്ട് മനുഷ്യരെങ്ങനെ കൊല്ലരുത്, യുദ്ധം ജയിക്കാൻ ശ്രമിക്കരുതെന്ന് ഇസ്രായേലിന് വാണിംഗ് കൊടുത്തു. ഇസ്രായേലിനെ ഇരട്ടത്താപ്പിലൂടെ പിന്തുണയ്ക്കുന്നത് അമേരിക്ക ആണ്. എന്ന് മാത്രമല്ല, അമേരിക്ക ഒരു ഭാഗത്ത് ഇവരോട് നിർബന്ധപൂർവം ഈ സഹായം എത്തിക്കാൻ സഹായിക്കണമെന്ന് പറയുന്നു, മറുഭാഗത്ത് എല്ലാ അന്താരാഷ്ട്ര ഫോറങ്ങളിലും ഇസ്രായേലിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. എന്തായാലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വല്ലാത്ത അവസ്ഥയിലാണ്. ഇസ്രായേലിൽ വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്. നെതന്യാഹു രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് 5 മാസമായിട്ട് 100-ലേറെ ബന്ദികളെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവിടെ വലിയ എതിർപ്പിന് കാരണമായിട്ടുള്ളത്. എന്തായാലും പ്രശ്നങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലാണ്. ലോകത്തിലെ 3ാമത്തെ ഏറ്റവും വലിയ ഇസ്ലാം മത വിശ്വാസികളുടെ വിശ്വസ്ഥലമായിട്ടുള്ള അലക്സ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോകാൻ കഴിയുന്നില്ല. അത് ഇസ്രായേലിനോട് ചേർന്നാണ്. ഇസ്രായേലിൻ്റെ പോലീസ് അതിനെ അനുവദിക്കുന്നില്ലെന്നുള്ള ആരോപണമുണ്ട്. ഒപ്പം തന്നെ കിഴക്കൻ ജെറൂസലേമിന് തൊട്ടടുത്ത് 12 വയസ്സുകാരൻ ഈ പൂത്തിരി കത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ വെടിവെച്ച് കൊന്ന സംഭവം ഉണ്ടായി. പൂത്തിരി കത്തിച്ച് മുകളിലോട്ട് വിടുമ്പോൾ ഇത് തങ്ങളുടെ സേനയ്ക്ക് നേരെയുള്ള ആക്രമണമാണെന്ന് സ്പോട്ട് ഔട്ട് ചെയ്ത് റഡാർ കാണിച്ചതനുസരിച്ച് വെടിവെച്ച് 12 വയസ്സുകാരൻ അവൻ്റെ ഹൃദയത്തിലാണ് വെടിയേറ്റത്. പാലസ്തീൻ ബാലൻ മരിച്ച കഥ കൂടി ഇതിൻ്റെ കൂടെ വരുന്നു. ഇപ്പോൾ ജെയിംസ്, ഒരു നിമിഷം. ഇപ്പോൾ മലപ്പുറത്തൊരു അപകടത്തിൻ്റെ വാർത്ത വരുന്നു. താനൂർ കമ്പനിപ്പടിയിൽ സ്വകാര്യ ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് അപകടം ഉണ്ടായി. തമിഴ്നാട് സ്വദേശിയായ ലോറി ഡ്രൈവർക്ക് സാരമായി പരിക്കേറ്റുവെന്ന് വാർത്ത വരുന്നുണ്ട്. ഇയാളെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞു. പട്ടത്താണിയിൽ നിന്ന് താനൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ്സും കോഴിക്കോട് ഭാഗത്ത് നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത്. മറ്റൊരു വിദേശ വാർത്ത വരുന്നത്, ചൈനീസ് ഭീഷണി നേരിടാൻ ഇന്ത്യക്ക് ആണവ മാസ്റ്റുകളും റഡാർ സംവിധാനവും ജപ്പാൻ നൽകുന്നതിന് കരാറായി എന്ന് പറയുന്നു. ആണവശേഷിയുള്ള വിമാനവാഹിനി കപ്പൽ നിർമ്മിക്കുമെന്ന് ചൈനയുടെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. വീണ്ടും പി ജെയിംസ് ചേരുന്നു. ജെയിംസ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. അപ്പോൾ എന്താണ് ജെയിംസ് ഈ ജപ്പാനുമായിട്ടുള്ള സഹകരണത്തിൻ്റെ വാർത്ത? ഒരുപക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തന്ത്രപരമായി വലിയൊരു നേട്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ചൈന ഇന്ത്യൻ മഹാസമുദ്രത്തിലും അറബിക്കടലിലൊക്കെ അവരുടെ സാന്നിധ്യം കൂട്ടുകയും ചൈനയുടെ നാവികസേന ലോകത്തിലെ ഏറ്റവും വലിയ നാവികസേനയായി മാറുകയും അമേരിക്കയെ മറികടന്ന് എത്തുകയും ചെയ്ത സാഹചര്യത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യക്ക് വലിയ ഭീഷണിയാണുള്ളത്. മാലദ്വീപ് കൂടി ചൈന പക്ഷത്തേക്ക് മാറിയതോടെ തന്ത്രപ്രധാനമായ പ്രദേശങ്ങളിലേക്ക് കടക്കാൻ ചൈനയ്ക്ക് അവസരം ലഭിച്ചിരിക്കുന്നു. ഈ അവസരത്തിലാണ് ചൈനയെ ശത്രുവായി കരുതുന്ന ജപ്പാൻ്റെ കയ്യിൽ നിന്ന്, ജപ്പാൻ ആർക്കും അത് കൊടുക്കാത്തതാണ്, ജപ്പാൻ ഈ ന്യൂക്ലിയർ ഇതായിട്ടുള്ള റഡാറുകൾ, മാസ്റ്റുകൾ, അതുപോലെ തന്നെ വാർഷിപ്പിന് ഉപയോഗിക്കുന്ന യുദ്ധക്കപ്പലുകൾക്ക് ഉപയോഗിക്കുന്ന മാസ്റ്റുകളും അതുപോലെ തന്നെ റഡാറുകളും ഇന്ത്യക്ക് നൽകാൻ കരാറായിരിക്കുന്നു.
ചൈന സൈനികമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിൽ രണ്ടാമത്തെ രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു. ഇതിനൊരു പ്രധാന കാരണം ഇന്ത്യയും ജപ്പാനും അതുപോലെ തന്നെ അമേരിക്കയും ഓസ്ട്രേലിയയും അടങ്ങുന്ന 4 രാജ്യങ്ങളുടെ ക്വാഡ് സഖ്യത്തിൽ അംഗമാണ് ഇന്ത്യ. അതുകൊണ്ട് കൂടിയാണ് ജപ്പാൻ പുതിയ തീരുമാനമെടുത്തത്. വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ആയുധ ശേഖരം ഇന്ത്യക്ക് നൽകാനായിട്ട് തീരുമാനമെടുത്തത്. അപ്പോൾ അപ്പുറത്ത് അതിലും വലിയൊരു ഭീഷണി നിൽക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ നാവിക ശക്തിയായിട്ട് മാറിയ ചൈന അവരുടെ 4ാമത്തെ ആണവ ശേഷിയുള്ള വിമാനവാഹിനി കപ്പൽ നിർമ്മിക്കുന്നു. അത് 4ാമത്തേതാണ്. 3 വിമാനവാഹിനി കപ്പലുകൾ ഉണ്ട് ചൈനയ്ക്ക്. ഇന്ത്യക്ക് 2 എണ്ണവും, വിക്രാന്തും വിക്രമാദിത്യയും. എന്തായാലും അത് 4ാമത്തെ വിമാനവാഹിനി യുദ്ധക്കപ്പൽ നിർമ്മിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അമേരിക്കയ്ക്ക് തൊട്ടുപിറകെ ചൈന 2ാമത്തെ ശക്തിയായിട്ട് ഈ വിമാനവാഹിനി കപ്പലിൻ്റെ കാര്യത്തിൽ മാറുന്നു. അപ്പോൾ ഇതിനൊക്കെ ഇടയിൽ ഇന്ത്യയുടെ ശത്രുവായി നിൽക്കുന്ന പാകിസ്ഥാൻ 11 രാജ്യങ്ങളുടെ പ്രതിനിധികളുടെ മുമ്പിൽ പുതിയ ഡ്രോണുകളുടെ ശേഖരം പ്രദർശിപ്പിച്ചു. പ്രത്യേകിച്ച് അത് ഏറ്റവും വലിയ ഉയരത്തിൽ നിന്ന് 14,000 മീറ്റർ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഗ്രൗണ്ടിലേക്ക് അയക്കാൻ കഴിയുന്ന ശേഷിയുള്ള ഡ്രോണുകളാണ് പാകിസ്ഥാൻ വികസിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മേഖലയിൽ ചൈന, പാകിസ്ഥാൻ, ഇന്ത്യ മേഖലയിൽ വീണ്ടും സംഘർഷം കൂടുന്നു എന്നതിൻ്റെ സൂചനയായിട്ട് ഇതിനെ കാണേണ്ടി വരും. എസ് കെ. ഓക്കെ, വി ജെയിംസ്, താങ്ക് യു.